കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ഏറ്റവും വലിയ സമൂഹ വിവാഹത്തിന് സാക്ഷിയായി സാക്കിറിലെ ബഹ്റൈൻ സർവകലാശാല. യുവജന കാര്യങ്ങൾക്കുള്ള ഹമദ് രാജാവിൻ്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടന്ന 13ാമത് സമൂഹ വിവാഹത്തിൽ 2020 വധൂവരന്മാർക്കാണ് മംഗല്യമൊരുക്കിയത്. ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ, റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹ്റൈൻ യുവജനങ്ങളെ സ്ഥിരതയുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ പിന്തുണച്ചതിന് RHFന്റെ ഓണററി പ്രസിഡന്റ് ഹമദ് രാജാവ് ബിൻ ഈസ അൽ ഖലീഫയ്ക്കും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഷെയ്ഖ് നാസർ നന്ദി പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരായ പുരുഷന്മാർക്ക് 3 ദിവസത്തെ പിതൃത്വ അവധി നൽകാൻ പാർലമെന്റ് MPമാർ നിർദ്ദേശം നൽകി. MP ജലാൽ കാദം അൽ മഹ്ഫൂദാണ് പിതൃത്വ അവധി നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിവാര പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ചർച്ചയ്ക്കും വോട്ടിനുമിടും. നിലവിൽ പുരുഷ ജീവനക്കാർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ 1 ദിവസം മാത്രമേ അവധി അനുവദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ MP, പ്രസവ തീയതി മുതൽ സ്ത്രീകൾക്ക് 2 മാസത്തെ ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ടെന്ന് സൂചിപ്പിച്ചു. കഴിഞ്ഞ വർഷം സൗദി അറേബ്യ 3 ദിവസത്തെ പിതൃത്വ അവധി അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് ബഹ്റൈനിൽ നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിർദ്ദേശം പ്രാവർത്തികമല്ല എന്നാണ് സിവിൽ സർവീസ് കമ്മീഷന്റെ അഭിപ്രായം. ബ്ലഡ് ഡൊണേഴ്സ് ഓഫ് കേരള ബഹ്റൈൻ ചാപ്റ്റർ, സയൻസ് ഓഫ് സ്പിരിച്വാലിറ്റി ICAI ബഹ്റൈൻ ചാപ്റ്റർ എന്നിവരുമായി ചേർന്ന് കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 110ഓളം പേർ ക്യാമ്പിൽ രക്തം നൽകി. BDK ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് രമ്യ ഗിരീഷ്, ജോയിന്റ് സെക്രട്ടറി ധന്യ വിനയൻ, ക്യാമ്പ് കോർഡിനേറ്റർ സലീന റാഫി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ രവീന്ദ്രൻ, ഗിരീഷ് RJ, ഫാത്തിമ സഹല, അബ്ദുൽ നഫീഫ് എന്നിവരും SOS പ്രതിനിധികളായ പങ്കജ് കരജിനി, ഖുശ്ബു വാഗ്നാനി, ICAI ചെയർപേഴ്സൺ വിവേക് ഗുപ്ത, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ വിക്കി വാൾക്കർ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഫസ്റ്റ് റിഫ റോയൽ കോർട്ട് മജ്ലിസിൽ ആരംഭിച്ചു. പ്രസിഡന്റ് രാധാകൃഷ്ണൻ AK അധ്യക്ഷത വഹിച്ച ക്യാമ്പയിൻ ജാബിർ വൈദ്യരകത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രഞ്ജി സത്യൻ സ്വാഗതം പറഞ്ഞു. GTF മെമ്പർഷിപ്പ് സെക്രട്ടറി ഗോപി P മെമ്പർഷിപ്പ് ഫോം പ്രേമൻ VKക്ക് നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ബഹ്റിൻ്റെ വിവിധയിടങ്ങളിലുള്ള നിലവിൽ അംഗത്വമെടുക്കാത്ത മുഴുവൻ തിക്കോടിയന്മാരെയും കണ്ടെത്തി GTFലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിന് ജിതേഷ് ശ്രീരാഗ്, ജസീർ അഹമ്മദ്, ഗഫൂർ കളത്തിൽ, ബൈജു തയ്യിൽ, ശ്രീജില ബൈജു, സാജിദ്, റജില സാജിദ് MC, റോഷ്നാര അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സാഹിത്യ പുരസ്കാരം നേടി ബഹ്റിൻ മലയാളി പ്രവാസി. കവിതാ വിഭാഗത്തിലെ പുരസ്കാരമാണ് കോഴിക്കോട് വടകര ഒർക്കാട്ടേരി സ്വദേശി യഹിയ മുഹമ്മദിനെ തേടിയെത്തിയത്. പ്രണയത്തെയും ദാമ്പത്യത്തെയും ഈ കാലം ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെയും ശക്തമായി പ്രതിപാദിച്ച നാർസിസസ് എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമായത്. മനാമ ബാബി അൽ ബഹ്റൈനിലെ ഒരു കഫ്തീരിയയിലെ ജോലിക്കാരനായ യഹിയ 8 വർഷം മുമ്പാണ് ബഹ്റൈൻ പ്രവാസിയായത്. ഈ കാലത്തിനിടയിൽ 6ഓളം പുസ്തകങ്ങൾക്ക് യഹിയ രചന നിർവഹിച്ചിട്ടുണ്ട്. യുവതാര യുവ സാഹിത്യവേദി പുരസ്കാരം, ഹബീബ് റഹ്മാൻ അവാർഡ്, ബഹ്റിൻ വിശ്വകലാ പുരസ്കാരം, ടാഗോർ ഇന്റർനാഷണൽ അവാർഡ്, ഗോൾഡൻ പെൻ എന്നിവയാണ് യഹിയ മുഹമ്മദ് നേടിയ മറ്റ് അവാർഡുകൾ. ICF ബഹ്റിൻ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബൂബക്കർ ലത്തീഫി കൊടുവള്ളി പ്രസിഡന്റ്, ഷനവാസ് മദനി കാസർഗോഡ് ജനറൽ സെക്രട്ടറി, മുസ്തഫ ഹാജി കണ്ണപുരം ഫിനാൻസ് സെക്രട്ടറി എന്നിവർ മുഖ്യ ഭാരവാഹികളായ പുതിയ കമ്മിറ്റിയിൽ ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായി ഉസ്മാൻ സഖാഫി തളിപ്പറം, അബ്ദുൽ സലാം മുസ്താർ കോട്ടക്കൽ, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ എന്നിവരെയും സെക്രട്ടറിമാരായി ഷംസുദ്ദീൻ പൂക്കയിൽ, ഷമീർ പന്നൂർ, ഫൈസൽ ചെറുവണ്ണൂർ, നൌഫൽ മയ്യേരി, റഫീഖ് ലത്തീഫി വരവൂർ, അബ്ദുൾ റഹ്മാൻ ചെക്കിയാട്, ഷിഹാബുദ്ദീൻ സിദ്ദിഖി, നൌഷാദ് മുട്ടന്തല, അബ്ദുസമദ് കാക്കടവ്, സിയാദ് വളപട്ടണം, CH അഷ്റഫ് എന്നിവരെയും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, KC സൈനുദ്ദീൻ സഖാഫി, PM സുലൈമാൻ ഹജ്ജി എന്നിവർ ക്യാബിനറ്റ് അംഗങ്ങളാണ്. തല ഉയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ 1 മാസം നീണ്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി യൂണിറ്റ്, റീജിയണൽ കൗൺസിലുകൾ പൂർത്തിയാക്കിയ ശേഷം നടന്ന നാഷണൽ വാർഷിക കൗൺസിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ICF ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് സുബൈർ സഖാഫി കോട്ടയം പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകി. KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷമീർ പന്നൂർ പ്രവർത്തന റിപ്പോർട്ടും, KP മുസ്തഫ ഹാജി സാമ്പത്തിക റിപ്പോർട്ടും, നജീബ് തൊടുപുഴ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതവും ഷാനവാസ് മദനി നന്ദിയും പറഞ്ഞു. ബഹ്റിൻ പ്രവാസിയും മുഴുക്കിർ പഴയമ്പള്ളിൽ പൂവക്കുളത്ത് ചെറിയാൻ ചാക്കോയുടെ ഭാര്യയുമായ സൂസൻ ചാക്കോ സൽമാനിയ ആശുപത്രിയിൽ നിര്യാതയായി. 66 വയസ്സായിരുന്നു പ്രായം. സൽമാനിയ ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയായിരുന്നു പരേത. മക്കൾ നിതിൻ, നിവിൻ, മരുമക്കൾ ജിനി, ജിലു.